സരിത എസ് നായർ നടൻ ബാബുരാജിനെതിരെ ഒരു പരാതിയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരൊരു പോസ്റ്റൊക്കെ ഇട്ട് ആ പോസ്റ്റ് വലിയ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു വല്ല അടിസ്ഥാനമുള്ള കാര്യമാണോ അത്? സരിത അത് അതിൻ്റെ ഒരു കുറേ പേപ്പറുകളൊക്കെ വെച്ചിട്ടാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ അമ്മ സിനിമാ താരങ്ങളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, അതിലെനിക്കെന്താ റോൾ എന്നാണ് ഇപ്പോൾ ചോദ്യം വരുന്നതെന്നറിയാം. ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളുമില്ല, ഞാനൊരു സിനിമാ പ്രേക്ഷക മാത്രമാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് ജേക്കബ് ആണെന്ന് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അതിശയവും ഞെട്ടലും ഉണ്ടായി. ഒരു സാധാരണക്കാരിയായ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ചികിത്സയ്ക്ക് പോലും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സരിത ഉള്ളത്. വെല്ലൂരൊക്കെ ചികിത്സയിലാണ്. സരിതയ്ക്ക് ഇത്തരത്തിൽ വലിയ പൈസ വേണ്ടി വരുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾ ചതിയൻ ബാബുരാജ് ജേക്കബ് ആണല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഇനി അതേപ്പറ്റി പറയാതിരിക്കാൻ ആകില്ല എന്ന് തോന്നിപ്പോയത്. 2018 അതായത് എനിക്ക് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ നല്ലൊരു ചികിത്സ ചെയ്തതെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു. 2018 എൻ്റെ ചികിത്സയ്ക്കായി മോഹൻലാൽ ബാബുരാജിനെ ഒരു പണം ഏൽപ്പിച്ചു. ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വകമാറ്റി സ്വന്തം പേരിലുണ്ടായിരുന്ന KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ലോൺ കുടിശ്ശിക തുക അടച്ചു തീർത്ത് ജപ്തി ഒഴിവാക്കുകയാണ് ബാബുരാജ് ചെയ്തതെന്നാണ് ഇപ്പോൾ സരിത ആരോപിക്കുന്നത്. എന്നോട് മാത്രമാണോ എന്ന് ഞാൻ ഇത് അന്വേഷിച്ചു. കാരണം ഇത്തരത്തിലുള്ള ചതി ചെയ്തത് എന്നോട് മാത്രമാണോ എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ബാബുരാജ് സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലുമൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദുബായിലെ ഒരു വൻ തട്ടിപ്പ് നടത്തിയത് കാരണം പുള്ളി തിരിച്ച് അവിടേക്ക് പോകാതിരിക്കുകയാണ്. പാസ്പോർട്ട്, റെസിഡൻസ് കാർഡ് കോപ്പി ഞാൻ അവിടെ നൽകുന്നുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അപ്പോൾ ആ പാസ്പോർട്ടിൻ്റെയും അതുമെല്ലാം വെച്ചിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ബാബുരാജിൻ്റെ പാസ്പോർട്ട്. അതെ. അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാനറിയില്ല. സ്ത്രീ അഭിനേതാക്കൾ കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ്. പ്രായഭേദമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബാബുരാജ് കാരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ള ആ രീതിയിൽ ഒരു ഇൻഡയറക്റ്റായിട്ടൊരു കൊട്ടും കൂടെ കൊട്ടുന്നുണ്ട്. സ്ത്രീകളുടെ പ്രായം പുള്ളിക്ക് പ്രശ്നമല്ല. ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കിയെടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയർ ആക്കുന്ന ഒരാളാണോ അമ്മ പോലെയുള്ള ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരേണ്ടതെന്നാണ് സരിത ചോദിക്കുന്നത്. ഞാൻ ബാബുരാജിനെതിരെ നിയമപരമായ വഴികളിലൂടെ നീങ്ങിയിരുന്നു. പിന്നീട് പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു. ആ പരാതി അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ഒരാളല്ല ബാബുരാജ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇത്തരത്തിൽ ഒരുപാട് കമൻറ്റുകളും വരുന്നുണ്ട്. കൊട്ടേഷൻ ഒരുപാട് എടുത്ത ആളാണ് ബാബുരാജ് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇലക്ഷൻ അടുത്ത് വരികയില്ലേ, പുനഃപ്രവേശനത്തിന് സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് കമൻറ്റുകളും വരുന്നുണ്ട്. ഏതായാലും ഈ അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്ന ആൾ ഒരു കറപ്റ്റഡ് അല്ലാത്ത ഒരാളായിരിക്കണം എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇലക്ഷൻ തന്നെ വരേണ്ടി വന്നതും ഇത്തരത്തിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്ലീൻ ഇമേജ് ഉള്ള ഒരാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഇതിനകത്ത് അസ്വാരസ്യങ്ങളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരി എറിയലുമൊക്കെ തുടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അമ്മയിലുള്ള ഭാരവാഹികൾ ചേർന്ന് വേണം അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ. നമുക്ക് പൊതുജനങ്ങൾക്കോ നമുക്കാർക്കും തന്നെ ഇതിനകത്ത് ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ഈ പറഞ്ഞതുപോലെ കളങ്കിതനായ വ്യക്തിയെ അവരാക്കുമ്പോൾ അവർക്ക് അത് കളങ്കിതനായി തോന്നില്ല എങ്കിലും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള കറപ്റ്റഡായിട്ടുള്ള ആൾക്കാരെ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക തട്ടിപ്പോ സ്ത്രീ വിഷയത്തിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവരെ തലപ്പത്ത് കൊണ്ടുവച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം പിന്നീട് അത് വാർത്തയാകുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഇതിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. പിന്നെ അത് തെരുവിലേക്ക് എറിയപ്പെടും. അപ്പോൾ അതൊരു മോശം പ്രവണതയാണ്. പലപ്പോഴും നമുക്കറിയാം, സിനിമാ താരങ്ങളെ പ്രേക്ഷകർ വളരെ ആരാധനയോടെ കാണുന്നൊരു സമൂഹമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൽ ഇവരെയൊക്കെ വലിയ ഒരു സ്ഥാനം കൊടുത്തിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഭാഗത്ത് ഇത്തരത്തിലുള്ള മോശം പ്രവണതകൾ ഉണ്ടെന്നറിഞ്ഞാൽ അത് ഈ ആരാധകർക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സ്വാഭാവികമായും ബാബുരാജിനെ സംബന്ധിച്ചിടത്തോളം ബാബുരാജ് സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ ചെയ്തു വന്ന ഒരു അഭിനേതാവാണ്. വാണി വിശ്വനാഥിൻ്റെ ഭർത്താവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ഇതിലും ചെന്നുപെടുമ്പോൾ ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും മറ്റ് യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത അല്ലെങ്കിൽ യാതൊരുവിധ കേസുകളോ മറ്റ് അലിഗേഷൻസൊന്നും ഇല്ലാത്ത ആളുകൾ, ഇല്ലാത്ത നടന്മാർ ഇതിൻ്റെ തലപ്പത്തേക്ക് വരണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത. ആദ്യകാലത്ത് മധുവും ബാലേന്ദ്രമേനോനും ഒക്കെ ഇതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇന്നസെൻ്റ് ഏറെക്കാലം ദീർഘകാലം അദ്ദേഹം ഇതിൻ്റെ പ്രധാനപ്പെട്ട പദവി അലങ്കരിച്ചിരുന്നു. അതിനുശേഷമാണ് മോഹൻലാൽ വന്നത്. മോഹൻലാൽ ഇപ്പോൾ താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം യുവതാരങ്ങളെ ഇതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരണം, കുഞ്ചാക്കോ ബോബനെയൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞെങ്കിൽ അവരാരും സമ്മതം മൊഴിയില്ല. അതോടൊപ്പം തന്നെ വിജയരാഘവനെ
കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തി. അതുമൊന്നും വേണ്ടത്ര ഫലം കണ്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ശ്വേതാ മേനോനൊക്കെ മത്സര രംഗത്തുണ്ട്, ദേവനുണ്ട്, ജഗദീഷുണ്ട്, ബാബുരാജുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ക്ലീൻ ഇമേജുള്ളൊരു വ്യക്തിയെ ഇതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നാൽ ഇത് ഒരു ഏറെക്കുറെ നല്ല ഭംഗിയായിട്ട് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇലക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഈ എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയും എല്ലാവർക്കും ഈ കൈനീട്ടമൊക്കെ കൊടുക്കുകയും ആ സംഘടന കൊണ്ട് ഒരുപാട് പേർക്ക് ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് ഈ സംഘടനയെ നശിപ്പിച്ചുകൊണ്ട് ആ കൈനീട്ടത്തിനായി കാത്തിരിക്കുന്ന ഒരുപാട് അവശ്യ കലാകാരന്മാരും കലാകാരികളുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എങ്കിലും ഇത് സംഘടന നിലനിൽക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതുമാത്രമല്ല ഈ കൂട്ടായ്മയിലൂടെയാണ് ഇവരെല്ലാം ഒത്തുകൂടുന്നത്. ഇപ്പോൾ 2020 പോലുള്ള സിനിമകളൊക്കെ പിറന്നതും. അപ്പോൾ ഈ പറഞ്ഞ ഇവർക്കൊക്കെ ഒരു ഇടയ്ക്കിടയ്ക്ക് കാണാനും, കാരണം പല സിനിമകളിൽ അഭിനയിക്കുന്നപ്പോൾ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ആൾ മറ്റൊരു സിനിമയിൽ ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ഇവർക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടിയാണ് ഈ അമ്മയുടെ മീറ്റിങ്ങുകളും അമ്മയുടെ കൂട്ടായ്മകളുമൊക്കെ. അപ്പോൾ ആ ഒരു സംഘടനയെ നശിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു നേതൃത്വത്തിലേക്ക് ആൾ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ഈ സംഘടനയ്ക്ക് തന്നെ ഒരു നാണക്കേടാവും. പിന്നീട് ഇതിൽ മീറ്റിങ്ങുകൾക്കൊന്നും ആരും വരാത്ത സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ? ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സരിത എസ് നായർ ഈ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഇതിപ്പോൾ കേസ് അതായത് നിയമപരമായി നീങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമപരമായ നടപടികളിലേക്ക് നീങ്ങും എന്ന രീതിയിലാണ് പറഞ്ഞ. കേസ് സരിതയുടെ പോസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ രണ്ട് വശങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഒന്ന്, ഈ പറഞ്ഞ അമ്മയുടെ തെരഞ്ഞെടുപ്പിന് സമയമായപ്പോൾ സരിത എസ് നായർ വന്നു എന്നുള്ളത്. രണ്ടാമത്, ഈ സരിത എസ് നായർക്ക് എന്തിനാണ് ഇവർ പണം കൊടുക്കുന്നത്, എന്തിനാണ് ഈ പണം കൊടുക്കാൻ മോഹൻലാൽ തയ്യാറായത് എന്നുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. ചിലപ്പോൾ മോഹൻലാൽ ഇവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ അസുഖമൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പം ഒരു സാമ്പത്തിക സഹായം ചോദിച്ചത്. അപ്പോൾ അവിടെയും വേറൊരു സംശയം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാൽ എന്തിന് ബാബുരാജിനെ ഏൽപ്പിക്കണം സരിതയ്ക്ക് കൊടുക്കാൻ സരിതയ്ക്ക് കൊടുക്കാനുള്ള തുക എന്തിന് ബാബുരാജിനെ ഏൽപ്പിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ബാബുരാജ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുക. ബാബുരാജിൻ്റെ ഈ എലക്ഷൻ സമയത്ത് ബാബുരാജിനെ കരിവാരി തേച്ചിട്ട് ഒരു ക്ലീൻ ഇമേജുള്ള ഒരാളല്ല എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന് മാത്രമേ വരുള്ളൂ. അതിന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സരിത എസ് നായരുടെ മുൻകാല ചരിത്രത്തിൽ അവരുടെ ചില കാര്യങ്ങളൊക്കെ കൂടെ എടുത്തു വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ബാബുരാജ് പറയുന്നതാണ് ശരി എന്ന രീതിയിൽ ഒരു പൊതുസമൂഹം ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ സരിത എസ് നായർ ഇപ്പോൾ വർഷങ്ങളായിട്ട് സുഖമില്ലാതെ ചികിത്സയിലാണ്. സാമ്പത്തികമായിട്ട് വളരെ ദരിദ്രയായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പല ആളുകളും സഹായിച്ചിട്ടാണ് സരിതയുടെ ചികിത്സകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളറിയാം. ഈ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ മോഹൻലാലിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രമുഖരായുള്ള ആളുകളുടെയൊക്കെ സഹായം സരിത തേടിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ മോഹൻലാൽ പണം കൊടുക്കാൻ തയ്യാറായത് എന്നുള്ളത്. പക്ഷേ അതിനിടയിൽ ഈ ബാബുരാജ് കയറി വന്ന് എങ്ങനെയാണെന്നുള്ളൊരു സംശയമാണ്. രണ്ടാമത്തെ കാര്യം, ഈ അമ്മയുടെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളമാണ്. അത് ബിൻചേട്ടൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ക്ലീൻ ഇമേജുള്ള ആളുകൾ എപ്പോഴും ഈ അമ്മ പോലുള്ള സംഘടനകളുടെ തലപ്പത്ത് വരുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോഴത്തെ കമ്മിറ്റി തന്നെ പിരിച്ചുവിടാനുണ്ടായ സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള അലിഗേഷൻസ് ഒന്നും വരാൻ സാധ്യതയില്ലാത്തതോ അല്ലെങ്കിൽ നിലവിൽ വന്നിട്ടുള്ളതോ ഉള്ള ആളുകൾ തലപ്പത്തേക്ക് വരാതെ പുതിയ ആളുകൾ വരിക, പുതിയ നേതൃത്വം വരിക, ഒരു പരിധിവരെ ക്ലീൻ ഇമേജുള്ള ആളുകൾ തന്നെ വരുന്നതാണ് നല്ലത്. ശ്വേതാ മേനോനൊക്കെ ഉണ്ട് പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്ന. ശ്വേതാ മേനോനൊക്കെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതൊരു ചരിത്രമാണ്. ഒരു വനിത നേതൃത്വം നൽകുന്ന ഒരു വലിയ താരസംഘടന ഇന്ത്യയിലെ ഒരുപക്ഷെ കേരളത്തിലെ ഈ അമ്മ സംഘടനയായിരിക്കും എന്നുള്ളത്. എന്തായാലും ആഗസ്റ്റ് 15-ാം തീയതി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അറിയാം. ആരായിരിക്കും ഇനി അമ്മ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അതിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് വരുന്നത് എന്നുള്ളത്. എന്തായാലും അമ്മയെ നയിക്കേണ്ടവർ അമ്മയ്ക്കുള്ളിലുള്ളവർ തന്നെയാണ്. അത് ഒരു ക്ലീൻ ഇമേജുള്ള ആളുകളായിക്കോട്ടെ എന്നങ്ങ് ചിന്തിച്ചാൽ നല്ലതായിരിക്കും അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.